ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഈ കണ്ടിട്ടുള്ള ഫസ്റ്റ് ഇൻട്രോ വീഡിയോ ഉണ്ടല്ലോ, അതെങ്ങനെ എഡിറ്റ് ചെയ്യാം എന്നാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാൻവ ആപ്പാണ് ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് സെർച്ചിൽ പോയിട്ട് യൂട്യൂബ് ഇൻട്രോ വീഡിയോ എന്ന് സെർച്ച് ചെയ്യാണ്. അപ്പോൾ അതിൽ ഒരുപാട് ഇൻട്രോ വീഡിയോസ് ഓപ്പണായി വരും. അതിൽ നമുക്ക് വേണ്ടത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഒരു ഇൻട്രോ ആണ് സെലക്ട് ചെയ്യണത്. ഇനി ഈ ഒരു ഇൻട്രോ നമുക്ക് വേണ്ട രീതിയിൽ എഡിറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഇതിൽ കാണുന്ന ലോഗോയും ടെക്സ്റ്റും എല്ലാതും നമുക്ക് ചേഞ്ച് ആക്കാം. ഇങ്ങനെ 5 വീഡിയോ പോലെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൽ കാണുന്ന ലോഗോയിൽ ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴെ ആയിട്ട് റീപ്ലേസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ പോയിട്ട് നമ്മുടെ ലോഗോ നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി രണ്ടാമത്തെ വീഡിയോയിലും അതേപോലെ തന്നെ ലോഗോ നമുക്ക് ചേഞ്ച് ചെയ്യാം. അങ്ങനെ 5 എണ്ണത്തിലും ഇതേപോലെ തന്നെ ലോഗോ ചേഞ്ച് ആക്കി കൊടുക്കണം. ഇനി അതിൻ്റെ ടെക്സ്റ്റാണ് ചേഞ്ച് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ആ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ താഴെ എഡിറ്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. നമ്മുടെ ചാനലിൻ്റെ നെയിം അതിൽ ടെസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഫോണ്ട് സ്റ്റൈൽ, കളർ എല്ലാതും ചേഞ്ച് ആക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാനതൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോന്നും നിങ്ങൾക്ക് ചേഞ്ച് ആക്കാം. കളറിലും എല്ലാത്തിലും നിങ്ങളൊരു ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാതും ചേഞ്ച് ആക്കാം. അങ്ങനെ എഡിറ്റ് ചെയ്യലൊക്കെ കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന ആരോയിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് സോങ് ആഡ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇൻഷോട്ട് ആപ്പാണ് ഓപ്പൺ ചെയ്യുന്നത്. ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് സേവ് ചെയ്ത് വെച്ചിട്ടുള്ള വീഡിയോ അതിലേക്ക് ആഡ് ചെയ്യാണ്. എന്നിട്ട് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ള ക്യാൻവാസിൽ പോയിട്ട് ക്രോപ്പ് ചെയ്യണം. അപ്പോൾ യൂട്യൂബിൻ്റെ സൈസ് സെലക്ട് ചെയ്താൽ മതി. ഇനി ഈ ഒരു ഇൻട്രോക്ക് വേണ്ടിയിട്ട് കോപ്പിറൈറ്റ് ഇല്ലാത്തൊരു മ്യൂസിക് ആഡ് ചെയ്യണം. അപ്പോൾ അത് ഓഡിയോയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ആഡ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ എത്ര ലെങ്ത്ത് വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് വീഡിയോ സ്പീഡ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.